എല്ലാവർക്കും ഐസക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. HSST സെറ്റ് നെറ്റ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഡ്യൂറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും BA MA എക്കണോമിക്സ് കോഴ്സുകാർക്കും ഇൻ്റർവ്യൂ വൈവേ എന്നീ അറ്റൻഡ് ചെയ്യുന്നവർക്കും തീർച്ചയായും ഉപകാരപ്പെടാവുന്ന നോട്ട്സുകളാണ് ഈ ക്ലാസ്സിലൂടെ നൽകുന്നത്. നിങ്ങൾ ഈ ക്ലാസ്സുകൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഇക്കണോമിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായ ഇത് നിങ്ങൾക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലും നിങ്ങൾക്ക് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏതായിരിക്കും ടോപ്പിക്കെന്ന്. ദാറ്റ് ഈസ് ദ തിയറി ഓഫ് സാമ്പിളിംഗ്. എന്താണ് സെൻസസും സാമ്പിളിങ്ങും തമ്മിലുള്ള വ്യത്യാസം? സെൻസസ് എന്ന് പറയുമ്പോൾ വി കളക്ട് പ്രൈമറി ഡാറ്റ ഫ്രം ദ ഹോൾ പോപ്പുലേഷൻസ്, എല്ലാവരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് സെൻസസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് സാമ്പിൾ? Sample is a finite number of subject of populations and from this finite number of population we collect primary data and use it for study. That kind of study is known as sample study. അതായത് ആ പോപ്പുലേഷനിലെ റെപ്രസെൻറ്റേറ്റീവ് പാർട്ടിനെ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്നു. അത്തരത്തിലുള്ള സ്റ്റഡീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമ്പിൾ സ്റ്റഡി എന്ന് പറയുന്നത്. Then what are the major characteristics or essential qualities need for good sample? അപ്പോൾ ഈ എസെൻഷ്യൽ ക്വാളിറ്റീസും ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം നിങ്ങൾ ഓരോ പോയിൻറ്റും നോട്ട് ചെയ്യണം. കാരണം ഇത് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് നോട്ട് ചെയ്യുക. ദെൻ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഇൻ നേച്ചർ. അതായത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഇൻ നേച്ചർ. എന്താണ്? അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന പോപ്പുലേഷൻസ് ആ ഹോൾ പോപ്പുലേഷന് ക്യാരക്ടറിസ്റ്റിക്സ് പ്രതിഫലിപ്പിക്കുന്നതായിരിക്കണം. അതായത് നമ്മൾ ഹോൾ പോപ്പുലേഷൻ അവിടെ എടുക്കാൻ നമുക്ക് പോസിബിൾ അല്ലാത്തത് കൊണ്ട് സെലക്ട് ചെയ്യുന്ന ആ പോർഷൻസ് വളരെ റിലയബിൾ റിസൾട്ട് നൽകുന്ന വിധത്തിലുള്ള റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണം. ദെൻ സെക്കൻഡ് വൺ, ആഡിക്വേറ്റ് സൈസ് ഓഫ് സാമ്പിൾ. സാമ്പിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിമം സൈസ് ആയിരിക്കണം. ഒത്തിരി ലാർജും ആവരുത്, തീരെ സ്മോളും ആവരുത്. വളരെ ലാർജായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻസസ് മെത്തേഡ് പോലെ വി കൺസ്യൂം മോർ ടൈം. സോ ദർ വിൽ ബി ഒപ്റ്റിമം സൈസ്. അപ്പോൾ ഒരു ആഡിക്വേറ്റ് സൈസിൽ നമ്മൾ പോപ്പുലേഷൻ സാമ്പിൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ദാറ്റ് ഗീവ് മോർ റിലയബിൾ റിസൾട്ട്. ദെൻ തേർഡ് വൺ ഈസ് ഫ്രീ ഫ്രം ബയസ് ഓർ പ്രിജുഡീസസ്. അതായത് നമ്മൾ മുൻവിധിയോട് കൂടി അല്ലെങ്കിൽ ഒരു മുൻവിധിയോട് കൂടി തിരഞ്ഞെടുക്കരുത്. വളരെ കറക്റ്റായിട്ട് വളരെ റെപ്രസെൻറ്റേറ്റീവാണ്. ഇത് പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് വ്യക്തമായിട്ട് നൽകുമെന്ന ലക്ഷ്യത്തോടു കൂടി തിരഞ്ഞെടുക്കുക. ഫ്രീ ഫ്രം പ്രിജുഡീസസ്. ദെൻ കൺഫോമിറ്റി സബ്ജക്റ്റ് മാറ്റർ. ഒരു കൃത്യമായ പർപ്പസ്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്, ആ പർപ്പസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റാവുന്ന രീതിയിൽ നമ്മൾ സാമ്പിളിനെ ചൂസ് ചെയ്യണമെന്നാണ് ക്ലാസ്സിൽ നമ്മൾ സാമ്പിൾ പറയുന്നത്. ദെൻ ബേസ്ഡ് ഓൺ പാസ്റ്റ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ്. ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസിനെ ട്രെയിൻ ചെയ്യാൻ നമുക്ക് ആവശ്യമാണ്. കാരണം എന്താണ്, ഒരു സാമ്പിൾ തിരഞ്ഞെടുക്കണമെങ്കിൽ ഏത് രീതിയിൽ സാമ്പിൾ തിരഞ്ഞെടുത്താലാണ് നമുക്കത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാൻ പറ്റുക എന്നതിനുള്ള വ്യക്തമായിട്ടൊരു എക്സ്പീരിയൻസും കൂടി ആവശ്യമാണ്. So what are the major characteristics or qualities needed for sampling? First one, representative. Then second one, adequate size of sample. And third one, free from prejudices. And fourth one, there should be purposefully. There should be purposefully and their need for practical or experiences or past experiences. Then what are the laws related to sampling? The areas of law of statistical regularity and law of inertia. Law of statistical regularity implies that there should be we select the sample size large. ഒരു സാമ്പിൾ സൈസിൽ നമ്മൾ കുറച്ച് സാമ്പിൾ സൈസ് ലാർജ് ആണെങ്കിൽ ഇറ്റ് ഗീവ് മോർ റിലയബിൾ റിസൾട്ട്സ് എന്ന് പറഞ്ഞു. പിന്നെ ഇനർഷ്യ എന്ന് പറയുന്നതും നമ്മൾ അതായത് ഒരു ലാർജ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് പോപ്പുലേഷന് മോസ്റ്റ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സും റെപ്രസെൻറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് തിയറംസ് റിലേറ്റഡ് ടു സാമ്പിളിംഗ്. ഇറ്റ് ഈസ് ദാറ്റ് ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി ആൻഡ് ലോ ഓഫ് ഇനർഷ്യ. അതായത് സാമ്പിൾ സൈസ് ഒപ്റ്റിമം സൈസ് ഒക്കെ ആണെങ്കിൽ നമുക്കതല്ലെങ്കിൽ ഒരു ലാർജ് സൈസ് ആണെങ്കിൽ ഇറ്റ് ഗീവ്സ് മോർ റിലയബിൾ ആൻഡ് ഒപ്റ്റിമം റിസൾട്ട്സ് ഓൾസോ. Then what are the merits of sampling?
what are the merits of sampling compared to census? Since it is sampling, only part of population is studied. Considerable time is saved not only for collecting data but also it processing it. There will be less time consuming compared to census. Sampling survey is less time consuming, less cost. കാരണം only we take only representative part of population, so is less cost, then more reliable results. അതായത് നമ്മളൊരു പാർട്ട് ഓഫ് പോപ്പുലേഷനിൽ നിന്ന് മാത്രം തിരഞ്ഞെടുക്കുന്നത് കാരണം, അല്ലെങ്കിൽ എല്ലാ പോപ്പുലേഷൻ ഈച്ച് ആൻഡ് എവരി യൂണിറ്റിൽ നമ്മൾ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ല. ഒരു ഒപ്റ്റിമം സൈസ് എല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ ഇറ്റ് ഗീവ്സ് മോർ റിലയബിൾ റിസൾട്ട്സ് ആൻഡ് മോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ്, informations also. Then what are the limitations or demerits of sampling also? Then sample, അതായത് നമ്മൾ ഈ സാമ്പിളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കെയർഫുള്ളി പ്ലാൻഡ് ആവശ്യമാണ്. ഒരു കെയർഫുള്ളി പ്ലാൻഡും ട്രെയിൻഡും അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? അതായത് സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് ഒരു പക്ഷേ തെറ്റാകാം, അല്ലെങ്കിൽ ഒപ്റ്റിമം സൈസ് ആവണമെന്നില്ല. അപ്പോൾ ഇറ്റ് ഡസ് നോട്ട് ഗീവ് റിലയബിൾ റിസൾട്ട്സ്. അപ്പോൾ ദർ ഈസ് എ നീഡ് ഫോർ ട്രെയിൻഡ് പേഴ്സണൽസ് ടു സെലക്ട് സാമ്പിൾ. അപ്പോൾ സാമ്പിൾ സെലക്ട് ചെയ്യണമെങ്കിൽ അത് കെയർഫുള്ളി പ്ലാൻഡ് ആയിരിക്കണം. അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും അത് കെയർഫുള്ളി ആയിരിക്കണം. ചുമ്മാ സെലക്ട് ചെയ്താൽ പോരാ, അത് കൃത്യമായിട്ട് നടപ്പിലാക്കുകയും വേണം. സോ ദർ ഈസ് എ നീഡ് ഫോർ സർവീസസ് ഓഫ് എക്സ്പോർട്സ്. അതാണ്. പിന്നെ ഈച്ച് ആൻഡ് എവരി യൂണിറ്റിൽ നിന്ന് നമുക്ക് ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുകയില്ലെന്നുള്ളതും സാമ്പിൾ സർവേയുടെ മറ്റൊരു ലിമിറ്റേഷനാണ്. So these are the various limitations of sample. And then what is sample design? That is a plan to make or select a sample. That is known as sample design. നമ്മളൊരു സാമ്പിൾ സെലക്ട് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ആവശ്യമാണ്, ഡിസൈൻ ആവശ്യമാണ്. ദാറ്റ് ഈസ് നോൺ ആസ് സാമ്പിൾ ഡിസൈൻ. ദർ ആർ ടു കൈൻഡ്സ് ഓഫ് സാമ്പിൾ ഡിസൈൻസ്: പ്രോബബിലിറ്റി സാമ്പിൾ ഡിസൈൻ ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിൾ ഡിസൈൻ. ഏതെല്ലാമാണ്? പ്രോബബിലിറ്റി സാമ്പിൾ ഡിസൈൻ ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിൾ ഡിസൈൻ. എന്താണ് പ്രോബബിലിറ്റി സാമ്പിൾ ഡിസൈൻ? അതായത് ഈച്ച് ആൻഡ് എവരി യൂണിറ്റ്സ് ഓഫ് പോപ്പുലേഷൻ ഹാസ് എൻ ഈക്വൽ ചാൻസ് ഫോർ റെപ്രസെൻറ്റേഷൻ. അതായത് എല്ലാ പോപ്പുലേഷനും അവിടെ സെലക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സാമ്പിളിൻ്റെ ഭാഗമാവാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് കൈൻഡ് ഓഫ് സാമ്പിളിംഗ് ഈസ് നോൺ ആസ് probability one. There will be equal chance for every part of population to select as a sample. That is known as probability sampling. Probability sampling classified into first one, simple random sampling. എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്? ഇതെല്ലാം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ മാച്ച് ചെയ്ത ഫോളോയിങ്ങിലെല്ലാം ചോദിക്കാവുന്നതാണ്. നമുക്ക് മാത്രമല്ല, ഇതിലൂടെ നമുക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു പോർഷൻ കൂടി നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. എവരി മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ബീങ് സെലക്റ്റഡ്. എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്? എവരി മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ബീങ് സെലക്റ്റഡ്. ഇനി സെലക്ഷൻ എങ്ങനെയായിരിക്കും? സെലക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലോട്ടറി മെത്തേഡ് ഓർ ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ്. അതായത് നമ്മൾ ലോട്ടറി മെത്തേഡിലൂടെയും ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സിലൂടെ അവിടെ ഒരു എല്ലാ പോപ്പുലേഷൻ സെലക്ട് ചെയ്ത് അതിൽ റാൻഡമിലി സെലക്ട് ചെയ്യുകയാണ്. ദെൻ വാട്ട് ഈസ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്? ഇപ്പോൾ പോപ്പുലേഷൻ ഒരു ഹെട്രോജീനിയസ് ക്യാരക്ടറാണ്, അപ്പോൾ ഒരു ഹോമോജീനിയസ് ക്യാരക്ടറല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം പോപ്പുലേഷനെ ഒരു ഹോമോജീനിയസ് ക്യാരക്ടറായിട്ട് അവർ ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളവിടെ റാൻഡമിലി സെലക്ട് ചെയ്തിട്ട് ഒരു സാമ്പിൾ തിരഞ്ഞെടുക്കുന്നു. ദാറ്റ് കൈൻഡ് ഓഫ് സാമ്പിളിംഗ് ഈസ് നോൺ ആസ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. എന്താണ്? ഇൻ ദ ഫീൽഡ് ഓഫ് എൻക്വയറി ഈസ് നോട്ട് ഹോമോജീനിയസ്. അതായത് ഹോമോജീനിയസ് പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മളവിടെ ആ പോപ്പുലേഷനെ ഹോമോജീനിയസ് ആയിട്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫ്രം ദിസ് ഈച്ച് ഗ്രൂപ്പ് വി select randomly and then we studied that sample. Then what is systematic sampling, or it is known as quasi-random sampling? Systematic sampling, otherwise known as quasi-random sampling. Sample units selected at a fixed interval. Sample units selected as a fixed interval. For example, K. അതായത് ഫോർ എക്സാമ്പിൾ ഫ്രം 1000 ഓഫ് പോപ്പുലേഷൻസ് വി സെലക്ട് 200. അപ്പോൾ നമുക്ക് എത്ര ഇൻ്റർവെൽ? അപ്പോൾ 1000 ആവണമെങ്കിൽ എത്രയാണ്? 5. അവിടെ 5 എന്നുള്ള K വാല്യൂസ്. അപ്പോൾ ഫ്രം 200 പോപ്പുലേഷനിൽ നിന്നും നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നു, അനദർ 200 നിന്ന് സെലക്ട് ചെയ്യുന്നു, അങ്ങനെ 5 ടൈംസ്. ആ 5 ടൈംസിനെയാണ് നമ്മൾ K എന്ന പ്രൊപ്പോർഷനിലോട് കൂടി സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് പറയുന്നത്.
Then another sampling ആണ് cluster sampling. There will not be reliable list of population or would be very expensive. അതായത് കുറേ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ, സ്റ്റഡിക്ക് വേണ്ടി ലിസ്റ്റ് തയ്യാറാക്കാൻ പ്രയാസമാണ്. സോ വി ഡിവൈഡ് പോപ്പുലേഷൻ ടു വേരിയസ് സബ് ഗ്രൂപ്പ്സ്. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഒരു ഏരിയയിൽ താമസിക്കുന്ന ഹിൽ ഏരിയയിൽ താമസിക്കുന്നവർ, ഹിൽ ഏരിയയുടെ താഴെ താമസിക്കുന്നവർ, അങ്ങനെ ഓരോ സബ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റാൻഡമിലി സെലക്ട് ചെയ്ത് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇപ്പോൾ നമ്മൾ കോഴ്സുകളിലൊക്കെ കേൾക്കുന്നതാണ് ക്ലസ്റ്റർ. അതായത് ഓരോ സബ്ജക്റ്റിനെയും നമ്മളവിടെ ഗ്രൂപ്പുകളായി തിരിച്ച് ആ സബ്ജക്റ്റിലെ എക്സ്പേർട്സുകൾ പഠിപ്പിച്ച് നമ്മൾ അതിൽ കൂടുതൽ എക്സ്പേർട്ടുകളാവുന്നത് എന്നാണ് ക്ലസ്റ്റർ റാൻഡം സാമ്പിളിംഗ്. ദെൻ വാട്ട് ഈസ് സീക്വൻഷ്യൽ സാമ്പിളിംഗ്? What is sequential sampling? Testing of a small number of units selected from a lot of units. Testing of a small number of കുറേ യൂണിറ്റിൽ നിന്നും ചെറിയ ചെറിയ യൂണിറ്റുകൾ എടുത്ത് നമ്മൾ അതിൽ നിന്ന് സാമ്പിൾ സെലക്ട് ചെയ്ത് പഠിക്കുന്നതാണ് എന്ത് പറയണത്, sequential random sampling. Sequential random sampling. So these are the various probability random sampling. Then what is non-probability random sampling? Non-probability random sampling ഒരു ജഡ്ജിൻ്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ബയസ് അവിടെ നടക്കുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് cannot be selected for sample, cannot be selected for study. That kind of sampling is known as non-probability sampling. What are the examples of types of non-probability sampling? Judgment sampling. Judgment sampling based on individual assessment. ഒരു ഇൻഡിവിജ്വൽ അസസ്മെൻറ്റിലൂടെ സാമ്പിളിംഗ് സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ കൺവീനിയൻസ് സാമ്പിളിംഗ്, അതായത് ഇൻവെസ്റ്റിഗേറ്ററുടെ കൺവീനിയൻസനുസരിച്ച് സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ കോട്ട സാമ്പിളിംഗ്, നമ്മൾ ഓരോ കോട്ടകളായിട്ട് തിരിച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് ആ സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കൈൻഡ്സ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്, കൺവീനിയൻസ് സാമ്പിളിംഗ് ആൻഡ് കോട്ട സാമ്പിളിംഗ്. ദീസ് ആർ ദ വേരിയസ് തിയറീസ് ഓർ മേജർ പ്രിക്കോഷൻസ് ഇൻ അണ്ടർ സാമ്പിളിംഗ് തിയറി. അപ്പോൾ നമ്മൾ സാമ്പിളിംഗ് തിയറിയിൽ നമ്മൾ സാമ്പിൾ എന്താണെന്നും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, merits and demerits, then what is sample design, kinds of sample design, probability sample design-ഉം അതിൻ്റെ സബ്ഡിവിഷൻസും, നോൺ പ്രോബബിലിറ്റി സാമ്പിൾ ഡിസൈനും അതിൻ്റെ സബ്ഡിവിഷൻസുമാണ് ഇന്നത്തെ. ഇതാണ് സാമ്പിൾ തിയറിയിൽ വരാൻ സാധ്യതയുള്ളതായ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. സോ നിങ്ങൾ ഇത് ക്ലാസ് ശ്രദ്ധാപൂർവ്വം കേട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണുന്നത് വരെ നിങ്ങൾക്ക് ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.